ഈ ദുരന്തത്തിലെ ധീരനായ ഒരു പോരാളിയുടെ അമ്മയുമായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ദുരന്തത്തിൽ ആദ്യ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ 18 പേരെ രക്ഷപ്പെടുത്തി. അതിനുശേഷം വീട്ടിലേക്ക് ഡ്രസ്സ് മാറാനായി പോയി. പിന്നീട് കാണാതായി. ശരത് ബാബുവിൻ്റെ അമ്മയുടെ പേര് സുബലക്ഷ്മി. അമ്മ, ഈ സമയത്ത്, ഈ ആഘാതത്തിൻ്റെ സമയത്ത് മകനൊരു ധീരനായിരുന്നു. 18 പേരെ രക്ഷപ്പെടുത്തി. അമ്മ എന്തായാലും പറയാനുള്ളത്? എന്താ പറയാനുള്ളത് പറഞ്ഞാൽ എനിക്കൊന്ന് വേഗം ഒന്ന് കണ്ടു കിട്ടിയാൽ മതി എൻ്റെ മോനെ. അതെനിക്ക് പറയാനുള്ളത്. എൻ്റെ മോൻ എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടി പോയതല്ലേ. ഇവിടെ ഇരിക്കാമ്മ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ആക്കിയിട്ട് പോയ ആളാണ്. പിന്നെ തിരിച്ച് വന്നില്ലല്ലോ. പിന്നെ എനിക്ക് കാണാനും പറ്റിയിട്ടില്ല. ആ സംഭവം എങ്ങനെയായിരുന്നു അന്ന്? മകൻ നിങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം? ഒരുമിച്ച് തന്നെ ആയിരുന്നു. പിന്നെ അവന് വന്നിട്ടിപ്പം പിന്നെ എല്ലാവരും ഇത് പറഞ്ഞൊന്നുമില്ല. പുറത്ത് പോയിട്ട് പിന്നെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ നിൽക്കാനും ഇല്ല, ഓടിക്കുന്നു. അമ്മയെ മകനെ എവിടെയാ കൊണ്ടയാക്കിയത് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടായപ്പം? അവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആശുപത്രിയിൽ കൊണ്ടാക്കി. ഞങ്ങളെ എസ്റ്റേറ്റിന്റെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാനും എൻ്റെ ഹസ്ബൻഡിനും കൊണ്ടാക്കി. എന്നിട്ട് അവിടെ ഇരിക്കാമ്മ, ഞങ്ങൾ വരാ. ഞാൻ കൂടെ അവൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വരാ, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും, വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞു. ശരി മോനെ, നീ എവിടെയും പോകണ്ട, മഴയും കാറ്റൊക്കെയാണ് വരുന്നത്, പോണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം വരാം പറഞ്ഞിട്ട് പോയ ആളാണ്. പിന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട് പോയതാ. എല്ലാവരും 10-18 ആളെ രക്ഷപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു. പിന്നെ അവന് അവിടെ പോയി എന്നുള്ളത് അറിയില്ല. പിന്നെ പറഞ്ഞാൽ മോനെ കാണില്ല പറഞ്ഞപ്പോൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം ഞാൻ അതും വിചാരിച്ചിട്ട് എന്തുവാ എൻ്റെ മോനുണ്ടല്ലോ എന്ന് നല്ല ധൈര്യത്തിലിരുന്നു. പിന്നെ നോക്കുമ്പോൾ കുട്ടീനെ കാണില്ല. അപ്പോഴാണ് ഞാൻ ആകെ ഇതായത്. അന്ന് പോയ ആളാണ്, ഇനിയും കണ്ടുമുട്ടിയിട്ടില്ല. മകന് എത്ര വയസ്സുണ്ട്? 28 വയസ്സായി. എനിക്ക് എന്തായാലും എൻ്റെ മോനെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതി. അത്ര മാത്രമേ ഉള്ളൂ. അച്ഛനെങ്ങനെയുണ്ട്? അച്ഛന് അവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പർക്ക് നല്ല വിഷമമാണ്. ഈ വിഷമത്തിൽ ഇരിക്കുകയാണ്. രക്ഷപ്പെടുത്തിയവരൊക്കെ പിന്നെ വന്ന് കണ്ടിട്ടില്ല. അവരൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ് തോന്നുന്നു. എല്ലാവരെയും രക്ഷപ്പെടുത്തി. എൻ്റെ മോനെ കാണാണ്ടായി. എനിക്ക് അതേ പറയാനുള്ളൂ. ഞങ്ങളെ വീട് സ്ഥലം എല്ലാം പോയി സാറേ, വെള്ളം അടിച്ച് വന്നിട്ട് എല്ലാം പോയാലും പോട്ടെ, എൻ്റെ കുട്ടീനെ ഒന്ന് കിട്ടിയാൽ മതി എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. എന്താ ചെയ്യുക, ആകെപ്പാടുള്ളത് ഒന്നാണ്. ആ ഒരു കരളിനും പോയി, കൈ വിട്ട് പോയി എന്നാണ് വിചാരിക്കുന്നത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ എത്തിപ്പെട്ടാൽ മതി എന്നാണ്. വെള്ളം നേരെ അങ്ങനെ പോയത് കൊണ്ടായി. ഇങ്ങനെ വന്ന് ഞങ്ങളും പോയിട്ടുണ്ടാവും. ഇതുപോലെ ഉറ്റവരെ കാണാതായവരൊക്കെ ഒരുപാട് ഈ ക്യാമ്പുകളിലുണ്ട്. പറഞ്ഞാലും അവരുടെ വേദനകൾ ഇങ്ങനെ അവസാനിക്കുന്നില്ല. മകൻ സുരക്ഷിതമായ സ്ഥാനത്തെത്തിച്ചതിന് ശേഷം മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനായി പോയി. അച്ഛനും പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് ശരത്ത് വരുമെന്ന്. ക്യാമറമാൻ ശരത്ത് അമ്പാട്ടുകാവിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.